ചേച്ചി ഡാൻസ് കളിച്ച് നമ്മളിങ്ങനെ ഒരു എനർജി ഹൈ ആക്കി വെച്ചിരിക്കുകയാണ്. ചെറിയൊരു തളർച്ച നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു വിശ്രമം സമയത്ത് ഒരു ഡാൻസറെ തന്നെ വിളിക്കാം. ഓക്കെ, അപ്പൊ അവരുടെ ഡാൻസ് കണ്ടോണ്ട് നമുക്ക് വിശ്രമിക്കാലോ. എന്തായാലും റെഡ് കാർപ്പറ്റിന്റെ ഈ വേദി കുറച്ചുകൂടി അടിപൊളിയാക്കാൻ ഒരു എനർജറ്റിക് പെർഫോമൻസുമായിട്ട് ഒരു പെർഫോമർ ഇവിടെ റെഡിയാണ്. സോ ലെറ്റ്സ് വെൽക്കം രേഷ്മ. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ചേച്ചി ഇതാ വേഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു നല്ലൊരു ക്ലാസിക്കൽ അല്ലെങ്കിൽ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആയിരിക്കും ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത് അല്ലേ? എവിടുന്ന് വരണു? ഞാൻ തിരുവനന്തപുരം പൂവാർ ആറ്റുപുറത്ത് നിന്നാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഈ വളരെ ചെറിയ പ്രായത്തിൽ 3 വയസ്സ് മുതൽ എന്തോ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ ഇത്രയും നാളായിട്ട് ഈ ഡാൻസുമായിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ്. സോ ഇങ്ങനെ എന്താണ് മനസ്സിൽ തോന്നുന്നത് വളരെ ഡാൻസർ എന്ന രീതിയിൽ നോക്കുമ്പോൾ? വളരെ സന്തോഷമാണ്. കാരണം 3 വയസ്സ് മുതലാണ് ഞാൻ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത്. ഗുരു ഗിരിജാചന്ദ്രൻ ടീച്ചറിന്റെ കീഴിലാണ്. എന്റെ അച്ഛൻ അവിടുത്തെ ഡ്രൈവർ ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഡാൻസ് സ്കൂളിലേക്ക് അവിടെ ചെല്ലുന്നത്. അത് ശരി. അപ്പൊ അച്ഛന്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ഡാൻസ്? അതെ അതെ, അച്ഛന്റെ ആഗ്രഹം. അച്ഛൻ കല്യാണത്തിന് മുന്നേ അവിടെ ഡ്രൈവർ ആയിരുന്നു. പിന്നെ ഞാൻ ജനിച്ചു കഴിഞ്ഞ് 3 വയസ്സിൽ അവിടെ ചേർന്നു. അത് ശരി. ഭരതനാട്യം, കുച്ചിപ്പുടി? ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയാണ് ചെയ്യുന്നത്. ഇനി ഇപ്പോ ഒരു ഡാൻസ് സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കുന്ന ജീവിതത്തിൽ നിന്ന് ഇപ്പൊ ഒരു ടീച്ചറിലേക്ക് മാറിയിരിക്കുകയാണ്. സ്വന്തമായിട്ടൊരു ടീച്ചർ എന്ന നിലയിൽ എന്താണ്, എത്ര മാർക്ക് കൊടുക്കും? ടീച്ചിങ് ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. കാരണം 4 വർഷമായിട്ടേ ഉള്ളൂ. അപ്പൊ കുട്ടികളെ കുറച്ചായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞു കുട്ടികളാണല്ലോ? അതെ, കുഞ്ഞു കുട്ടികളും ഉണ്ട്. 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് എൻ്റെ അവിടെ ഉള്ളത്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി പോവാറ്. ശരി, സ്വന്തമായിട്ട് തുടങ്ങി. അതെ, 1.5 വർഷമായിട്ടേ ഉള്ളൂ. ടീച്ചർ തന്നെയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടീച്ചറും കൂടി ആയിരിക്കുകയാണ്. എനിക്ക് പക്ഷേ ഒരു രേഷ്മയെ കാണുമ്പോൾ ഒരു നമ്മൾ പറയില്ല, ഒരു നർത്തകി ലക്ഷണം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡാൻസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം അത് നമ്മൾ കാണുന്ന ആളുകളിലേക്ക് കുറച്ചുകൂടി അത് എത്തിക്കും എന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ശരി, അപ്പോൾ ഇനി പഠിക്കുന്ന എന്താണ്? വേറെ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞു കേരള യൂണിവേഴ്സിറ്റിയിൽ. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ MFA ഭരതനാട്യം കഴിഞ്ഞു. അത് ശരി, എല്ലാം ചേച്ചി എന്താ ഒരു ഡാൻസറെ അടുത്ത് കിട്ടിയിരിക്കാൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല, ഇറ്റ്സ് വെരി നൈസ്. അച്ഛൻ അങ്ങനെ ഒരു സ്വപ്നം അച്ഛൻ കണ്ടത്, അതിനെ you have made it possible. അങ്ങനെ നോക്കുമ്പോൾ you must have really worked hard. Thank you. അപ്പൊ ഇനി കൂടെ വന്നിരിക്കുന്ന അച്ഛനും അമ്മയുമാണ് വന്നിരിക്കുന്നത്. അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. സന്തോഷം. ഇരിക്കൂ. ആദ്യം അച്ഛൻ തന്നെ സംസാരിക്കട്ടെ അല്ലേ? അച്ഛന്റെ പേര്? ഗോപി. അപ്പൊ ചേട്ടൻ ആ ഡാൻസ് ക്ലാസ്സിൽ ജോലി ചെയ്തു, അവിടുത്തെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തു. ഒരുപാട് കുട്ടികളെ കൊണ്ട് അച്ഛന്മാരും അമ്മമാരും ഇങ്ങനെ വന്ന് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ തന്നെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിത്രം, എനിക്കൊരു മോൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ തീരുമാനിച്ചു. കല്യാണം കഴിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ ഗിരിജ മോളുണ്ടായിരുന്നു, കുഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ ഗിരിജ ടീച്ചറിന്റെ മോക്ക് 3 വയസ്സങ്ങാണ്ടേ ഉണ്ടാവും. ഞാനിട്ട് കാറിൽ ടീച്ചറിനെ ഡാൻസ് ക്ലാസ്സിൽ വിട്ടിട്ട് കുട്ടികളെയൊക്കെ വിളിക്കാനൊക്കെ പോകും. അങ്ങനെ കുറേ നാളുകൾ കല്യാണം കഴിഞ്ഞു പിന്നെ 3 വയസ്സായപ്പോഴേ ഞാൻ ശനിയാഴ്ച രാവിലെ ചെല്ലുമ്പോൾ ടീച്ചറിന്റെ അവിടെ കൊണ്ടുപോകും. അവിടെ നിന്നാണ് പഠിച്ചതും എല്ലാം. അപ്പൊ ഒരു സന്തോഷമാണ്. അതായത് ചേട്ടന്റെ ഒരു ഫാമിലി പോലെയാണ് ഗിരിജ ടീച്ചറിന്റെ കുടുംബം. 100%. അതെ, അവിടെ നിന്ന് മോൾക്ക് അങ്ങനെ ഒരു വിദ്യ അഭ്യസിക്കാൻ സാധിച്ചു. ആൻഡ് രേഷ്മ അത് വളരെ നന്നായിട്ട്, അതായത് അച്ഛന്റെ ഒരു ആഗ്രഹമാണെങ്കിൽ പോലും പകുതി വഴി ഇട്ടിട്ട് പോയില്ല. ഇപ്പോഴും ജീവിതത്തിൽ അത് തുടരുന്നു. അപ്പൊ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇനി നമുക്ക് അമ്മയെ പരിചയപ്പെടാം. അമ്മയുടെ പേര്? ബീന. രേഷ്മയ്ക്ക് അമ്മ ഉണ്ടാക്കുന്നതിൽ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? അമ്മ ഉണ്ടാക്കുന്ന എല്ലാം ഇഷ്ടമാണ്. ചേട്ടന് ഏതാ ഇഷ്ടം? എന്റെ വൈഫ് ഉണ്ടാക്കുന്ന എന്തായാലും. അതാണ് കാര്യം. അപ്പൊ എന്തായാലും ബീന ചേച്ചിയുടെ കൈപുണ്യം രണ്ടുപേരും സമ്മതിച്ചിരിക്കുകയാണ്. അത് സമ്മതിച്ചേ പറ്റൂ എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും നല്ല ഒരു ഭക്ഷണം ചേച്ചി ഉണ്ടാക്കി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം.